ഹായ് കൂട്ടുകാരെ, നമസ്കാരം. തുല്യത +2ൻ്റെ പൊളിറ്റിക്സ് ചാപ്റ്റർ ഫസ്റ്റ് ബുക്ക് എന്നുള്ള ചാപ്റ്റർ 3 ആണ്. അതായത് 3ാമത്തെ ചാപ്റ്ററാണെന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാജ്യങ്ങളെ വികസിതം, വികസ്വരം, അവികസിതം എന്നിങ്ങനെ തരംതിരിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? രാജ്യം വികസനാടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ കടന്നുപോയ ആധുനികവൽക്കരണത്തെ അവലംബിച്ചു? വികസനം നടന്നു കഴിഞ്ഞതും വികസനം നടന്നുകൊണ്ടിരിക്കുന്നതും അവികസിതം നടക്കാനിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഇതൊരു ചെറിയ ചാപ്റ്ററാണ്. അപ്പം ഇതൊന്ന് എക്സാം ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ പറയുന്നത്. അടുത്തത് 4 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭൂപരിഷ്കരണം എന്നാൽ എന്ത്? പ്രധാനപ്പെട്ട നടപടികൾ എന്തെല്ലാം? കാർഷിക വികസനത്തിൽ താൽപ്പര്യമില്ലാതിരുന്ന ഭൂവുടമമാരിൽ നിന്നും കൃഷിഭൂമിയെ സംരക്ഷിച്ച് കർഷകർക്ക് ലഭ്യമാക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യം. അതിന്റെ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുണ്ടുഭൂമികളുടെ ഏകീകരണം, ചെറിയ കൃഷിയിടങ്ങൾ സംയോജിപ്പിച്ച് വിസ്തൃതമായ കൃഷിയിടങ്ങൾക്ക് രൂപം നൽകുക, ഭൂപരിധി നിർണയം, അതായത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കുന്ന പരമാവധി ഭൂമിയുടെ അളവ് നിശ്ചയിക്കുക. അടുത്തത്, പാട്ടകൃഷിക്കാർക്ക് കുടിയൊഴിപ്പിക്കലിൽ നിന്നും നിയമസംരക്ഷണം നൽകുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവ കാലത്ത് ഗവൺമെന്റിന്റെ കാർഷിക നയത്തിലുണ്ടായ മാറ്റങ്ങൾ ഏതെല്ലാം? ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി കൈക്കൊണ്ട നടപടികൾ ഏതെല്ലാം? 3 ക്വസ്റ്റ്യൻ ചേർന്ന് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് സെപ്പറേറ്റ്ലി വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. ഭക്ഷ്യപ്രതിസന്ധിയിലും സാമ്പത്തിക നയം മാറ്റത്തിനു വേണ്ടിയുള്ള സമ്മർദ്ദവും പുതിയ കാർഷിക തന്ത്രം സ്വീകരിക്കുവാൻ രാജ്യത്തെ പ്രേരിപ്പിച്ചു. ഈ കാർഷിക തന്ത്രമാണ് ഹരിത വിപ്ലവം. അടുത്തതായിട്ട് പറയുന്നത്, ഹരിത വിപ്ലവ കാലത്ത് ഗവൺമെന്റിന്റെ കാർഷിക നയത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഏത് വിധേനയും രാജ്യത്തെ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം. സാമ്പത്തിക സഹായത്തിനു പകരം ജലസേചന മേഖലയിലുള്ളവർക്കും സമ്പന്ന കർഷകർക്കും സഹായം നൽകുന്നതിലൂടെ കാർഷിക ഉൽപാദനം വർദ്ധിക്കുമെന്ന നയം സ്വീകരിച്ചു. ഇനി ലാസ്റ്റ് വണ്ട് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കി. രാസവളങ്ങൾ, കീടനാശിനികൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം എന്നിവ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കി. അടുത്തത്, നിശ്ചിത നിരക്കിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് വാങ്ങുന്നതാണെന്ന് ഉറപ്പു നൽകി. അടുത്തതായിട്ട്, എന്താണ് ബോംബെ പദ്ധതി? 1944 ബോംബെയിലെ വൻ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. അതിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആസൂത്രിത കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ചെയർമാൻ ആര്? ചുമതലകൾ എന്തെല്ലാം? 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ തീരുമാനത്തിലൂടെയാണ് ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ. ഉപദേശക സ്വഭാവമാണ് കമ്മീഷനുള്ളത്. പദ്ധതികൾ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുകയാണ് കമ്മീഷന്റെ ചുമതല. അപ്പം ഇത് എത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ, സൈനിങ് ഓഫ്.